റെസിസ്റ്റൻസും കൂടി ബ്രേക്ക് ചെയ്ത് ഓക്കെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടെന്ന്. സമയം രാവിലെ 10:10 പറയണ്ട കേട്ടോ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തേരം ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. നമ്മള് ഇപ്പൊ ഒരു എൻട്രി കൺസിഡർ ചെയ്തിരുന്നു. എൻട്രി എടുക്കാനുള്ള മെയിൻ റീസൺ ഇന്നലത്തെ അനാലിസിസ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. നമ്മുടെ സോണിൽ നിന്ന് ഒരു റിവേഴ്സൽ വന്നപ്പോഴാണ് നമ്മൾ മെയിൻ ആയിട്ട് എൻട്രി കൺസിഡർ ചെയ്തത്. പക്ഷെ ഇന്ന് മാർക്കറ്റ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒന്നല്ലെങ്കിൽ അപ്സൈഡിൽ നിന്ന് താഴേക്ക്, അതായത് ലാസ്റ്റ് 3 ദിവസം നല്ല പോലെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആയിരുന്നു ലാസ്റ്റ് 2 ദിവസം. അപ്പൊ ഇന്നും മാർക്കറ്റ് ഓവറോൾ ട്രെൻഡ് ബിയറിഷ് ആവും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ വ്യൂ. പക്ഷെ എവിടെ ഓപ്പൺ ചെയ്തിട്ട് എവിടെ നിന്ന് എൻട്രി എടുക്കണം എന്നുള്ളൊരു ഇതും കൂടി ഉണ്ടല്ലോ. അപ്പോ ഇന്ന് ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്, ചെറിയൊരു ഓപ്പണിങ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അപ്സൈഡ് പോയിട്ട് പിന്നെ വന്നിട്ട് റിജക്ഷൻ ക്യാൻഡിൽ പോലെയാണ് ആദ്യത്തെ ക്യാൻഡിൽ ക്ലോസ് ആയത്. ബോഡിനേക്കാൾ കൂടുതൽ വിക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം താഴേക്ക് വന്നപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ 3ാമത്തെ ക്യാൻഡിൽ. പക്ഷെ നമ്മൾ അവിടെ ഒന്നും എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ആ ഒരു സമയത്ത് മാർക്കറ്റ് നല്ല വോളറ്റൈൽ ആയിരിക്കാം. പിന്നെ അങ്ങനെ എൻട്രി എടുത്ത് നമ്മുടെ SL കൂടുതൽ ഇടേണ്ടി വരും. അപ്പൊ ഏകദേശം ഒരു 9:24 ക്യാൻഡിലൊക്കെ നമ്മുടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം വെയിറ്റ് ചെയ്തിരുന്നിട്ട് 9:39 ക്യാൻഡിലും അതേപോലെ തന്നെ അതിന്റെ മുന്നത്തെ ക്യാൻഡിലും 9:36 ക്യാൻഡിലും നല്ല റിജക്ഷൻ ക്യാൻഡിലായിട്ട് വന്നത് പെർഫെക്റ്റ് ആയിട്ട്. പക്ഷെ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള 24,000 പുട്ട് ഓപ്ഷൻ പ്രീമിയം നിങ്ങൾക്ക് കണ്ടറിയാം. ആ ഒരു ഏരിയയിലേക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള കറന്റ് ഏകദേശം പ്രൈസ് 142 റേഞ്ചിൽ ആ ഒരു ഏരിയയിലേക്ക് നമ്മുടെ ക്യാൻഡിൽസ് വന്നിട്ടുണ്ടായിരുന്നില്ല. റിജക്ഷൻ കാണിച്ചിരുന്ന 9:33 അതേപോലെ 36 ക്യാൻഡിലും. അപ്പൊ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. നമ്മളെപ്പോഴും മാർക്കറ്റ് ഓർഡറിലല്ല എൻട്രി എടുക്കാറ്, ലിമിറ്റ് ഓർഡറിലാണ്. പിന്നെ എന്തെങ്കിലും പെട്ടെന്നുള്ള അഗ്രസീവ് എൻട്രീസ് മാത്രമാണ് മാർക്കറ്റ് ഓർഡറിൽ എടുക്കാറുള്ളൂ. പക്ഷെ ഈ ഒരു എൻട്രി നമ്മൾ ലിമിറ്റ് ഓർഡറിൽ തന്നെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു. അതിനുശേഷം ഇപ്പോ, അതായത് ഏകദേശം നമ്മൾ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന കറന്റ് പ്രൈസ് 10:09 10:06 ക്യാൻഡിലേക്കാണ് എൻട്രി എക്സിക്യൂട്ട് ആയത് കറക്റ്റ് ആയിട്ട്. അപ്പൊ അത് എൻട്രി എക്സിക്യൂട്ട് ആയുള്ള രീതിയിൽ എന്താന്ന് വെച്ചാൽ അവിടുന്ന് റിജക്ഷൻ എന്തായാലും വരും. അപ്പോ നമ്മൾ എടുത്ത പ്രീമിയത്തിന്റെ മാക്സിമം ലോയിൽ നിന്ന് എൻട്രി എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു അവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എൻട്രി എടുത്തിട്ട് ചെറിയൊരു ലോസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്പോർട്സ് ചാർട്ട് നോക്കിയാലും പ്രീമിയത്തിന്റെ ചാർട്ട് നോക്കിയാലും നിങ്ങൾക്ക് കാണാം റിജക്ഷൻ ആണ്. അപ്പോൾ ടാർഗറ്റ് ഏരിയയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ എപ്പോഴും എടുക്കണ പോലെ 2 ലോട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. സ്റ്റോപ്പ് ലോസും അതുപോലെ ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്കൊരു തെറ്റ് പറ്റിയത് ഇതിനേക്കാൾ മുന്നേ തന്നെ നമ്മൾ അറിയാതെ, അതായത് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഏകദേശം ഒരു 9:45 ക്യാൻഡിലൊക്കെ നമ്മൾ ഒരു എൻട്രി ഓട്ടോമാറ്റിക് എക്സിക്യൂട്ട് ആയി. നമ്മൾ അപ്പൊ തന്നെ ഇറങ്ങി ജസ്റ്റ് 30 രൂപ മാത്രം ഒരു പ്രോഫിറ്റിൽ. പക്ഷെ അതിവിടെ റീസൺ അല്ല. പക്ഷെ അത് നമുക്ക് ചാർട്ടിൽ നോക്കി കാണാം, ബൈയും സെല്ലും ഒരു ആംഗിളിൽ കിടക്കണത്. അതാണ് അതിന്റെ റീസൺ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനത്തെ തെറ്റൊക്കെ പറ്റും. അപ്പൊ നമ്മളെപ്പോഴും ചാർട്ടൊക്കെ ഒന്ന് എൻട്രി ചെയ്തിട്ട് എക്സിറ്റ് ചെയ്താലും കൂടിയിട്ട് ഒന്നും കൂടി ഡബിൾ ചെക്ക് ചെയ്യുക. എനിക്ക് ഇതേപോലെ വേറെ ഒരിക്കലും പറ്റിയിട്ടുണ്ട്. എൻട്രി എടുത്തതിന് ശേഷം ഞാൻ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടും ഞാൻ ഇറങ്ങി. പക്ഷെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നോക്കിയപ്പോൾ ഓവറോൾ ലോസിൽ വന്ന് എടുക്കണം. അപ്പോൾ അങ്ങനെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ പഠിക്കുക. ചിലപ്പോൾ വീണ്ടും അറിയാതെ അങ്ങനെ നമ്മൾ ലിമിറ്റ് ഓർഡർ ഒക്കെ ഇട്ട് വെക്കുമ്പോൾ ഇപ്പൊ ആവുന്നില്ല, ഫയേഴ്സിൽ മാറിയിട്ടുണ്ട്. പണ്ട് അങ്ങനെ ഇട്ട് വെക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എൻട്രി എടുത്ത ഏതാണോ ഓർഡർ എക്സിക്യൂട്ട് ആയത് അത് മാത്രം കട്ടാവും. പക്ഷെ നമ്മൾ ബാക്കിയുള്ള പെൻഡിങ്ങിൽ അവിടെ കിടക്കുന്നുണ്ടാവും. അറിയാണ്ട് നമ്മൾ എടുത്തതിന്റെ ഓപ്പോസിറ്റ് എങ്ങാനും മാർക്കറ്റ് വീണ്ടും റിവേഴ്സിൽ പോയി നമ്മുടെ SL വീണ്ടും അത് എൻട്രി എക്സിക്യൂട്ട് ആവുന്ന രീതിയിൽ. അപ്പോൾ എൻട്രി ഇതായപ്പോൾ നമ്മൾ എടുത്തിട്ട് ചെറിയ രീതിയിൽ പ്രോഫിറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ മെയിൻ വ്യൂ എന്താന്ന് വെച്ചാൽ ഇന്ന് താഴത്താണ്. ഇപ്പോ മാർക്കറ്റ് താഴേക്ക് സ്പോർട്സ് ചാർട്ടിൽ മൂവ് ചെയ്താലും കൂടിയിട്ട് താഴെ ഇന്ന് ഡേ ലോ ഉണ്ട്. ഡേ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ പിന്നെ താഴേക്കുള്ളൂ. താഴെ പോയി പിന്നെ സപ്പോർട്ട് ലൈൻ, ആ സപ്പോർട്ട് ലൈൻ്റെ ഏകദേശം അറ്റം തന്നെയാണ് ഗ്യാപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നല്ലൊരു ഫോളോ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഉള്ള പോലെ 1:4 അടുത്താണ് ഇന്ന് ഇട്ടിട്ടുള്ളത്. ഇത് പിന്നെ അവസാനത്തെ ദിവസമാണ് ഈ മാസത്തെ. അപ്പോൾ ആദ്യം ലാസ്റ്റ് നമ്മൾ 27 വേറെ എൻട്രീസ് ഒന്നും എടുക്കില്ല എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നല്ലൊരു എൻട്രി കിട്ടിയപ്പോഴാണ് നമ്മൾ ഈ എൻട്രി എക്സിക്യൂട്ട് ചെയ്തത്.
എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമ്മൾ എൻട്രി എടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് ആയിണ്ട് ഓൾമോസ്റ്റ്. അതിന്റെ മുകളിലേക്ക് ആയിണ്ട്. നമ്മൾ എൻട്രി എടുത്തതിന്റെ അവിടെ നിന്ന് ആദ്യം നല്ല രീതിയിൽ ഒരു ഫോൾ വന്നിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് സോണിൽ നിന്ന് നല്ല റിജക്ഷൻ വരുന്നത്. പക്ഷെ ഈ പ്രീമിയത്തിൽ മെൽറ്റിംഗ് വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കണതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ക്യാൻഡിൽസ്, അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് മാർക്കറ്റ് അപ്സൈഡ് പോകുന്നുള്ള വ്യൂവിൽ വരുമ്പോഴാണല്ലോ നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോ വലിയ ക്യാൻഡിൽസ് വരുന്നതും പ്രീമിയം മെൽറ്റിംഗ് വന്നിട്ട് നമ്മുടെ ലോസിലേക്ക് പോണത്. പക്ഷെ അങ്ങനെ ഒരു ഇത് വന്നതിന്റെ ശേഷം ഞാൻ എന്റെ സെല്ലിന് എടുത്തിട്ട് ഇന്ന് ലോ ഉണ്ടാക്കിയ നമ്മുടെ പ്രീമിയത്തിന്റെ ലോയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, ഏകദേശം 127 റേഞ്ചിൽ. അപ്പൊ ഇനി ലോസ് ആവുകയാണെങ്കിലും കൂടിയിട്ട് ചെറിയൊരു ലോസ് ആവാം. ലോസ് ചെറുതല്ല, 2000 നമ്മൾ വെക്കുന്നത് വീണ്ടും ചെറുതാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ പിന്നെ അതേപോലെ തന്നെ ഇപ്പോ അവസാനം വന്നിട്ട് നല്ല രീതിയിൽ ഒരു ഫോൾ വന്ന ക്യാൻഡിൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ക്യാൻഡിൽസ് ഒക്കെ വരുമ്പോ വീണ്ടും മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എസ് എല്ലിനെ വല്ലാണ്ട് അടുത്തേക്ക് കൊണ്ട് വെക്കാതെ, എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറ്റാറുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ നിർത്താനുള്ള പ്ലാനിലാണ് ഇപ്പോ ആ ലോയിൽ കൊണ്ടുവച്ചിട്ടുള്ളത്, സ്വിംഗ് ലോയിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. ഈ ലോയും കൂടി ബ്രേക്ക് ചെയ്യാച്ചെങ്കിൽ നമ്മുടെ എന്തായാലും ലോസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വ്യൂ തെറ്റി എന്നുള്ളത് തന്നെയാണ് കാൽക്കുലേഷൻ വരേണ്ടത്. പോവാണെങ്കിൽ ഓരോ ലോ എടുത്ത് 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 പോണം മാർക്കറ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ഇനി.
ഞാൻ സ്റ്റോപ്പ് ലോസിന്റെ എടുത്തിട്ട് ഒന്നും കൂടി മുകളിലേക്ക് അടുത്ത സ്വിംഗിൽ ഓയിലേക്ക് ആഡ് ചെയ്ത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ എപ്പോഴും പറയണ പോലെ നല്ല രീതിയിലുള്ള ഒരു നമ്മൾ എൻട്രി എടുത്തിട്ട് നമ്മുടെ സൈഡിലേക്ക് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് വലിയൊരു ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് ക്യാൻഡിൽസ്, അതായത് ആ ഒരു ക്യാൻഡിൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോ നല്ല രീതിയിൽ ഫോൾ വന്നതിന് ശേഷം നമ്മുടെ പ്രീമിയത്തിന്റെ ക്യാൻഡിൽ നോക്കിയാലും കാണാം, സ്പോട്ട് ചാർട്ടിൽ നോക്കി കാണാം, ഇപ്പൊ വന്ന് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ വീണ്ടും ബുള്ളിഷ് ക്യാൻഡിലാണ്. എന്നിട്ട് ആദ്യം എവിടെയാണോ നല്ല നെഗറ്റീവ് ക്യാൻഡിൽ, ബീറിഷ് ക്യാൻഡിൽ വന്നു ആ ഒരു ഏരിയയിലേക്ക് വന്നു. ആ സെയിം ടൈം തന്നെ നമ്മുടെ പ്രീമിയത്തിന്റെ ചാർട്ടിൽ നമ്മുടെ പ്രോഫിറ്റ് നല്ല പോലെ കുറഞ്ഞു, ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഏകദേശം 170 നടന്ന പ്രൈസ് ഏകദേശം ഇപ്പൊ 157 53 എത്തി, 52-ലാണ് ഇപ്പൊ ചെയ്യുന്നത്. ഏകദേശം 17 പോയിന്റ്സിന്റെ ഇത് താഴത്തേക്ക് ഇടിഞ്ഞു. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമ്മൾ PNL നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവും. നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ഇറങ്ങണോ ഇപ്പൊ ഇറങ്ങണോ, എനിക്ക് ആവാറുണ്ട് പലപ്പോഴും കൺട്രോൾ ചെയ്ത് നോക്കാൻ, എപ്പോഴും പറ്റാറില്ലെങ്കിലും ഇപ്പൊ ഇന്ന് കൺട്രോൾ ആണ്. കാരണം ഇന്ന് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നമ്മൾ ഓക്കെയാണ്. കാരണം ഓവറോൾ നമ്മൾ മന്ത്ലി നല്ല അത്യാവശ്യത്തിന് പ്രോഫിറ്റിലാണ്. നമ്മുടെ ക്യാപിറ്റലിന്റെ ഓൾമോസ്റ്റ് 50%-ന്റെ അടുത്തൊക്കെ നമ്മൾ എബവ് 40% നമ്മൾ പ്രോഫിറ്റബിൾ ആണ്. അപ്പൊ പിന്നെ നമുക്ക് ഇന്ന് റിസ്ക് ഒന്നും എടുക്കാണ്ടതാവില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ സ്റ്റോപ്പ് ലോസിനെ മാറ്റണമൊന്നുമില്ല, ചെറിയൊരു ലോസിലാണെങ്കിൽ ഇറങ്ങാം അവിടെ. നമ്മൾ എൻട്രി എടുത്തിട്ട് ഇപ്പോ ഏകദേശം കറക്റ്റ് 2 മണിക്കൂർ ഉണ്ട് കേട്ടാ. നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, അവസാനത്തെ സ്വിങ്ങിൽ ഒരിടത്തേക്ക് മാർക്കറ്റ് വന്നിട്ട് ജസ്റ്റ് അവിടെ നിന്ന് കവർ ചെയ്തിട്ട് മുകളിലേക്ക് പോയി. നമ്മൾ ആ നേരത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിനുശേഷമാണ് ഇപ്പൊ റെക്കോർഡ് ചെയ്യണത്. ഇപ്പോ 200 EMI അടുത്ത് എത്തിയിട്ടുണ്ട്, അതായത് നമ്മുടെ സ്പോർട്സ് ചാർട്ടിലല്ല, പ്രീമിയത്തിന്റെ ചാർട്ടിൽ. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് സ്റ്റോപ്പ് ലോസിന് ഒന്നുകൂടി കയറ്റി വെക്കുക എന്നുള്ളതാണ്. കാരണം ഇനി വീണ്ടും താഴേക്ക്, അതായത് പ്രീമിയം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം സ്പോർട്സ് ചാർട്ടിൽ നല്ല രീതിയിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓവറോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് തിരിയുണ്ട്. ഇനിയിപ്പോ താഴത്തെ സപ്പോർട്ടും കൂടി, നമ്മുടെ സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്താൽ അതിന് ചെറിയ റെസിസ്റ്റൻസും കൂടി എടുത്തിട്ട് വീണ്ടും ഗ്യാപ്പ് ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇപ്പൊ വന്ന ക്യാൻഡിൽസിന്റെ ഏതെങ്കിലുമൊക്കെ പെൻഡിങ്ങിൽ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അവിടെ നമ്മുടെ പോലെയുള്ള റീറ്റെയിലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാൻ വരാനായിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ടാവും പലപ്പോഴും. അപ്പൊ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മുടെ SL ഇനി കയറ്റി വെക്കാനായിട്ട്. എന്തായാലും അടുത്ത കുറച്ച് നേരത്തെ ക്യാൻഡിൽ ക്രിയേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്യും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. നമ്മുടെ എൻട്രി എന്തായാലും പെർഫെക്റ്റ് സ്ഥലത്ത് തന്നെ ആയിരുന്നു ഇന്ന്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം. വലിയ സ്റ്റോപ്പ് ലോസ് ഉള്ളവർക്ക് ചെയ്ത് കുഴപ്പമില്ല കേട്ടോ. അവർക്ക് എന്തായാലും ഏതാ ട്രെൻഡ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയിട്ട് ഇരുന്നാൽ മതി. പറഞ്ഞ പോലെ തന്നെ ഇതാ മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഫോളോ വരുന്നത്. ഓവറോൾ നല്ല രീതിയിൽ നമ്മൾ എന്താണെന്നോ വ്യൂ സെയിം ഇതായിട്ടാണ് വരുന്നത്. നമ്മുടെ റെസിസ്റ്റൻസും കൂടി ബ്രേക്ക് ചെയ്ത് ഓക്കെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രയാണ് വെച്ചത്, പലപ്പോഴും നമ്മൾ തെറ്റാറൊക്കെ ഉണ്ട് പല കാര്യങ്ങളും എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇന്ന് നമ്മുടെ എക്സിക്യൂഷൻ കറക്റ്റ് ആയിരുന്നു, എൻട്രി കറക്റ്റ് ആയിരുന്നു. നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെ അവിടെ SL ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ 1:4 എബവ് നമുക്ക് ഇന്ന് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പോ ഇങ്ങനത്തെ ദിവസങ്ങളിൽ നമ്മൾ ഇമോഷൻസ് ഒന്നും ഇല്ലാണ്ട് ഇരിക്കാനായിട്ട് നോക്കുക. ഇനി ഒരു എൻട്രി എടുക്കുന്നില്ല, കഴിഞ്ഞു. നല്ല റിസൾട്ട് ആണ് ഇന്ന് വന്നത്. അപ്പോ എന്തായാലും
നിങ്ങൾ അനാലിസിസ് വീഡിയോ കാണാത്തവരാണെങ്കിൽ പെർഫെക്റ്റ് എന്നിട്ട് എന്നും വന്നിരുന്നിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ എൻട്രീസും ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ പഠിക്കാൻ പറ്റും. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് വരും വരയ്ക്കും. ബൈ.